ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരു പട്ടുപാവാട തയ്ക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് പട്ടുപാവാടയുടെ തുണി ഞാൻ 4 പീസാക്കി അതിൻ്റെ കറക്റ്റ് ചെയ്യാനായിട്ട് ഇത് ഒരു ചെറിയ കട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഓരോ പീസിലും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അതായത് ഹിപ്പ് അളവ് ഇത് 4 പീസാണ്. അതായത് ഹിപ്പ് അളവ് 25 ഇഞ്ചാണ്. ഞാൻ അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടി 27 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ 27-ൻ്റെ 4-1 6.25 വരും. അപ്പോൾ 6.25 എന്നുള്ളത് നമ്മളിത് ഈ പീസിൽ കണ്ടോ, അത് ഈ കട്ട് കണ്ടോ, ഇതൊരു പീസാണ് കണ്ടോ. 4 പീസിൻ്റെ ഒരു പീസാണ്. ഈ ഒരു പീസിൽ ഈ 6.25 ഇഞ്ച് ഫ്ലീറ്റ്സ് ഇട്ടെടുക്കണം ഈ തുണി കണ്ടോ. അപ്പോൾ നമുക്ക് ഫ്ലീറ്റ് ഇടാമേ. കണ്ടോ, തുണി ഉണ്ടെങ്കിൽ ഉള്ളിലോട്ടൊക്കെ കടത്തി ഇങ്ങനെ ഇട്ടിട്ട് ഫ്ലീറ്റിടുമെങ്കിൽ അങ്ങ് അറ്റം വരെ ഒരേ രീതിയിൽ ഇങ്ങനെ ഞുറിച്ചിലിങ്ങനെ വരും കണ്ടോ. ഈ രീതിയിൽ വരും. ഉള്ളിലോട്ട് ഫ്ലീറ്റ്സ് കടത്തി ഇടുവാണെങ്കിൽ ഇവിടെ തേച്ചും കൂടെ എടുക്കുമെങ്കിൽ നല്ല ഫിനിഷിങ് കിട്ടും കണ്ടോ. ഉള്ളിലോട്ട് കടത്തി ഇടും. ഇതിന് തുണിയുണ്ട്, അതുകൊണ്ട് കടത്തി ഇടുകയാണ് ഞാൻ. ഇതേ കണ്ടോ, 6.25 7 ഇഞ്ചിന് ഒരു ഇച്ചിരി കണ്ടോ. 6.25 7 ഇഞ്ച് ഒരു ശകല വ്യത്യാസം, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. വരുന്നുണ്ട് കണ്ടോ കണ്ടോ. ഈ രീതി നമ്മൾ കറക്റ്റ് ചെയ്തെടുത്താൽ പെട്ടെന്ന് നമുക്ക് ഫ്ലീറ്റ്സ് ഇട്ടെടുക്കാം. ഞാൻ ഫ്ലീറ്റ്സ് ഇട്ടെടുക്കട്ടെ മൊത്തമേ. അത് കഴിഞ്ഞ് പടി പിടിപ്പിക്കുന്ന കാണിക്കാം. ഇതാ ഞാൻ ഫ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട് കണ്ടോ. 27 ഇഞ്ചാണ് നമ്മൾ പറഞ്ഞ, കുഴപ്പമില്ല. ഇച്ചിരി കൂടുതലൊന്നും പറഞ്ഞിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല കണ്ടോ. ഫ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് കണ്ടോ. ഫ്ലീറ്റ്സ് നോക്കി നമ്മളിതിപ്പം അയൺ ചെയ്തൊക്കെ എടുത്തു കഴിയുമ്പോൾ സൂപ്പറായിട്ട് ഇടും കണ്ടോ. ഇനി പടി പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് അകത്ത് വെച്ച് ആദ്യമേ അകത്തുനിന്ന് പുറത്തോട്ടാണ് പടി പിടിപ്പിക്കേണ്ടത് കേട്ടോ. പടി പിടിപ്പിക്കുന്ന പീസ് ഞാൻ 2ആയിട്ട് എടുത്തിട്ടുണ്ട് കണ്ടോ. കാരണം വെച്ചാൽ ഇത് ഫ്ലീറ്റ്സ് ഇട്ട് നമ്മൾ ഇച്ചിരി കനമുള്ളതല്ലേ, അപ്പോൾ മേളത്തെ പീസും അതേപോലെ കനത്ത് നമ്മൾ എടുക്കണം കണ്ടോ. 2 പീസ് ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് ഇച്ചിരി പുറത്തോട്ട് തള്ളിയിട്ട് കണ്ടോ, മടക്കി അകത്തോട്ട് വയ്ക്കാനായിട്ട് കണ്ടോ. പുറത്തോട്ട് തള്ളിയിട്ട് പടി അകത്തുനിന്ന് പിടിപ്പിക്കുക കണ്ടോ. അകത്തുനിന്ന് പുറത്തോട്ടാണ് കേട്ടോ പിടിപ്പിക്കുന്നത്. കണ്ടോ പടി പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പുറത്തോട്ടാണ് പടി മടക്കി എടുക്കേണ്ടത് കണ്ടോ. ആദ്യമായിട്ട് ഇതിൻ്റെ ഈ തള്ളിയിട്ടേക്കുന്ന ഭാഗം അകത്തോട്ടാക്കി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ. ഇപ്പുറത്തെ ഭാഗവും അതുപോലെ തന്നെ അകത്തോട്ട് വെച്ച് കറക്റ്റ് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എടുത്തേ ഇനി നമുക്ക് ഇപ്പുറത്തോട്ട് മടക്കി അടിക്കാം കണ്ടോ. ഈ രീതി കണ്ടോ ഇങ്ങനെയാണ് തയ്ക്കേണ്ടത്. ഒരു കെട്ടൊക്കെ കൊടുത്ത് അടിക്കാൻ തുടങ്ങാം കണ്ടോ. അടിച്ചു വരുമ്പോൾ ഈ പടിയുടെ വീതി കറക്റ്റ് ആയിരിക്കണം, ഒരേ വീതി ആയിരിക്കണം കേട്ടോ. അവസാനം വരെ ഒരേ വീതി തന്നെ അടിച്ചെടുക്കണം. ഇനി പ്രത്യേകം ശ്രദ്ധിക്കണേ. അറ്റം വരെ കറക്റ്റായിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ. ഇത് നമുക്ക് ഒരടിയും കൂടി ഇപ്പുറം കൂടെ കൊടുക്കാം. ഇത് ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട്
ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം കണ്ടോ. ഇനി നമ്മൾ ഇത് തമ്മിൽ ജോയിൻറ്റ് ചെയ്തെടുത്താൽ മതി കണ്ടോ. ഇനി ഇങ്ങനെ വെച്ച് നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കാം കണ്ടോ കണ്ടോ. ഈ രീതി നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുത്താൽ മതി. കറക്റ്റ് പിടിച്ചുകൊണ്ട് ഇച്ചിരി താഴ്ത്തി കണ്ടോ, ഓപ്പൺ ഇച്ചിരി താഴ്ത്തി എടുക്കുക കണ്ടോ. കെട്ടിട്ട് തുടങ്ങാം. കെട്ടിട്ട് ഇങ്ങോട്ട് അടിച്ചെടുക്കുക, ഇങ്ങോട്ട് അടിച്ചെടുക്കുക കണ്ടോ. ഇങ്ങോട്ട് അടിച്ച് കാലിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിനി ഇത് കണ്ടോ പടി പിടിപ്പിച്ചെടുത്ത് കണ്ടോ. ഇത് നമുക്കിതിന് കൊളുത്തിനുള്ളൊരു ഇത് ചെയ്തെടുക്കാം കണ്ടോ. കൊളുത്തിടാനായിട്ടുള്ള സാധനം നോക്കുക. അത് വരിക എന്ന് പറയും കണ്ടോ. അതിന് ഇങ്ങനെ മടക്കി കടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഇടത് സൈഡിൽ കണ്ടോ ഈ ഭാഗത്തായിട്ട് കൃത്യം നടുക്ക് കണ്ടോ ഇങ്ങനെ ഈ പീസ് ഉള്ളിലോട്ട് മടക്കി നമുക്ക് തുടങ്ങാം. വരിക തയ്ച്ചെടുക്കാം. ഇത് കണ്ടോ കൊളുത്തിടാനുള്ള ഇങ്ങനെ മടക്കി പിന്നെയും ഒന്ന് മടക്കി കണ്ടോ ഉള്ളിലോട്ട് ഒരു മടക്കും കൂടെ മതി. ഇതും കൂടെ മതി കണ്ടോ. കറക്റ്റായേ. ഒരടിയും കൂടെ അടിക്കാൻ ഇന്നത്തെ മാറി ഒരടിയും കൂടെ കൊടുക്കാം. എന്നിട്ട് ഇപ്പുറത്തെ ഭാഗത്തായിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ അറ്റത്ത് ഒരടി ചെയ്യരുത് കണ്ടോ. അപ്പോൾ പാവടയുടെ പണി ഫിനിഷായി. നമുക്ക് ഈ നൂലൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് വൃത്തിയായിട്ട് ഈ പാവട ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ കണ്ടോ. ഇനി ഒരു കൊളുത്തും പിടിപ്പിച്ച് കഴിഞ്ഞാൽ പാവാട സൂപ്പറായി. ഓക്കെ കണ്ടോ. ഇങ്ങനെ കൊളുത്തിടാം കണ്ടോ. ടാറ്റാ, see you. Subscribe please, like, comment please.